തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഹെൽത്ത് പാർട്ണറായ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഡയാലിസിസ് ടേബിൾ വാങ്ങുന്നതിനായി തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടേറിയറ്റ് അംഗവും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും തിരൂരിലെ മജസ്റ്റിക് ജ്വല്ലറി ഉടമയുമായ അഹമ്മദ് പൂവിൽ 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ്റെ ഒരു സജീവ പ്രവർത്തകനായ നമ്മുടെ പ്രേമേട്ടൻ്റെ ഈ ഡയാലിസുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാളുകളായി നമ്മൾ ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ടും അതുപോലെ തന്നെ ഇബ്രാഹിമാജിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇപ്പോൾ കോട്ടക്കൽ പോകാനുള്ള പ്രയാസം കൊണ്ട് ഇങ്ങോട്ട് മാറി കിട്ടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഫുള്ളാണ്, യാതൊരു നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു. എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഉടനെ ഇങ്ങോട്ട് മാറ്റിത്തരാമെന്ന് ഹോസ്പിറ്റൽ അധികൃതരൊക്കെ നമ്മളോട് ഇതിനു മുമ്പൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് ഒരു പുതിയ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി ഒരു ടേബിളുണ്ട്, അതായത് ഒരു ബെഡിൻ്റെ മാത്രം കുറവുണ്ട്, അത് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പുതിയൊരു യൂണിറ്റ് ആരംഭിക്കാനുള്ള സജ്ജീകരണം റെഡിയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം എന്ന നിലയിൽ ഞാൻ ആ ചാരിറ്റി നല്ലൊരു കാര്യം എന്ന നിലയിൽ നമുക്കത് ഏറ്റെടുക്കാനകത്ത് നമ്മുടെ പ്രേമേട്ടനും തന്നെ ഒരു ഉപകാരമാകുമെന്ന നിലയിൽ ആ വിഷയം ഏറ്റെടുത്തത്. നേരത്തെ ഇബ്രാഹിമായി സൂചിപ്പിച്ചതുപോലെ ഈ രോഗം നിങ്ങൾക്കറിയാം, കിഡ്നി ഇന്ന് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. വളരെ നമ്മൾ ഈ തിരൂരാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും വീട്ടിൽ വന്നാലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് റെക്കമെൻഡേഷനും ഡയാലിസിസ് ചെയ്യാനും പൈസ ഇല്ലാത്ത സാമ്പത്തിക സഹായത്തിനും അതുപോലെ തന്നെ തൊട്ടടുത്ത ഫ്രീ ആയിട്ട് ചെയ്യുന്ന സെൻറ്ററിൽ കിട്ടുന്നതിനൊക്കെ വേണ്ടി ഒരുപാട് ആളുകളാണ് നമ്മളായിട്ടൊക്കെ ബന്ധപ്പെടുന്നത്. ഈ നിലക്ക് വീണ്ടും ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റിന് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു നല്ല പ്രവർത്തനം എന്ന നിലയിലാണ് ഈ പരിപാടി ഏറ്റെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് എന്നോടൊപ്പം നിന്ന ഇതിന് എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനോടും അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനം ഇതിനെല്ലാം മുൻകൈയെടുത്ത തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിനോടൊക്കെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ചടങ്ങിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, ജനറൽ സെക്രട്ടറി സമദ് പ്ലസൻ, ട്രഷറർ PA റഷീദ്, മറ്റു ഭാരവാഹികളായ PP അബ്ദുറഹ്മാൻ, ഷെബീബ്, ഷാഫി, വാസൻ K നായർ, C അബ്ദുള്ള എന്നിവരും എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മൊയ്തുഷ, പ്രകാശൻ, മൂസക്കുട്ടി, മുഹമ്മദ്, AKGSMA തിരൂർ യൂണിറ്റ് പ്രസിഡന്റ് M മുസ്തഫ ഹാജി, ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ ചെയർമാൻ കിയടത്തിൽ ഇബ്രാഹിം ഹാജി, സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസമ്മിൽ, മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ ഹുസൈൻ പരപ്പിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അബ്ദുൾ റഷീദ്, മാനേജർ KP ഫസലുദ്ദീൻ, പർച്ചേസ് മാനേജർ TE അബ്ദുൽ വഹാബ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ 1 വർഷത്തോളമായി ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സും ഒരു പാർട്ട്ണർഷിപ്പിലൂടെ, അതായത് നമ്മൾക്ക് ഇവിടുന്ന് വരുന്ന ചികിത്സയിലേക്കൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ട് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒഫീഷ്യൽ ഹെൽത്ത് പാർട്ണർ ആയിക്കൊണ്ടാണ് ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കാറുണ്ട്. ഒരുപാട് ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ഒരു വളരെ സജീവ പ്രവർത്തകനായിട്ടുള്ള ഒരു അംഗത്തിന് ഡയാലിസിന് ആവശ്യമായി വരികയും അദ്ദേഹം കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഡയാലിസിസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് യാത്ര പോകാനും മറ്റുമുള്ള പ്രയാസമൊക്കെ കണക്കിലെടുത്ത് ആ വിവരം ഇവിടുത്തെ ബോർഡ് അധികൃതരെ, ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ചെയർമാൻ, മറ്റു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും സമീപിച്ചപ്പോൾ ഇവിടെ ഒരു ഡയാലിസിസ് മെഷീന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഡയാലിസിസ് ടേബിളിന്റെ ഒരു അഭാവമുണ്ട്. അത് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ളൊരു ആശയം പറയുകയും ആ പറഞ്ഞ് ഒരു 10 മിനിറ്റിനകം ഞങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അത് ചർച്ച ചെയ്തു. ഹോസ്പിറ്റലിന്റെ സെക്രട്ടറി, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മുസമ്മിൽ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ 10 മിനിറ്റിനകം ഞങ്ങളുടെ ക്യാബിനറ്റ് അംഗവും അതുപോലെ തന്നെ ഞങ്ങളുടെ പരസ്പര സഹായ നിധിയുടെ ട്രഷററും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീമാൻ അഹമ്മദ് പൂവിൽ, മജസ്റ്റിക് ജ്വല്ലറി ഉടമ, അതിനുവേണ്ട 1 ലക്ഷം രൂപയോളം ആണ് ചെലവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് നിൽക്കുകയും വളരെ കുറഞ്ഞ മണിക്കൂർ കൊണ്ട് ഇന്നിപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളിവിടെ അതിൻ്റെ ഒരു ചടങ്ങിലേക്ക് എത്തി നിൽക്കുകയാണ്. ശിഹാബ് തങ്ങൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡയാലിസിന്റെ സംവിധാനം കിട്ടാണ്ട് വളരെ ഉപകാരമായിരുന്നു എന്ന് പറയുക. ഉടൻ തന്നെ ഞാൻ ഫസലുദ്ദീനെ വിളിച്ചു. ഉടൻ തന്നെ ഫസലുദ്ദീൻ പറഞ്ഞു, നെഫ്രോളജി വിഭാഗവുമായി ബന്ധപ്പെട്ടതിന് ശേഷം നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം. ഈ സമയത്ത് തന്നെയാണ് പിന്നെ അഹമ്മദ് സാഹിബിനെ വിളിക്കുന്നത്. ഈ
ഞങ്ങളുടെ ചർച്ച ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എന്നും തിരൂരിലെ മുൻപതിയുള്ള പ്രസ്ഥാനമാണ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ്. ഉടൻ തന്നെ ആശുപത്രി അധികാരികളുമായിട്ട് നേരത്തെ നമ്മൾ അഹമ്മദ് സാഹിബുമായിട്ടൊരു ചർച്ച ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് സാഹിബ്. ഏതായിരുന്നാലും ഇന്ന് ദൈവാനുഗ്രഹത്താൽ എല്ലാവിധ മാരകമായ രോഗങ്ങൾ പഠിച്ചം കാത്ത് രക്ഷിക്കട്ടെ. രോഗം വരുമ്പോൾ സൂക്ഷിക്കാനുള്ള സംവിധാനമുള്ള ആശുപത്രി. അപ്പോൾ ഈ ഡയാലിസിസ് ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഒരു ടേബിളിന്റെ അപര്യാപ്തത ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് ഉടൻ തന്നെ അത് ഏറ്റെടുക്കുകയും അത് ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്യുകയും ഇന്ന് സടകുടഞ്ഞെന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി സമുദായ കാര്യത്തിൽ ശക്തമായ ആശുപത്രി അധികാരികളുമായൊക്കെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ ചെക്ക് കൈമാറാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ്. അഹമ്മദ് സാഹിബിനെ സംബന്ധിച്ചോളം പറയുമ്പോൾ വലങ്കൈ ഇടങ്കൈ അറിയാതെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സുദീർഘമായിട്ടുള്ള പടച്ചോന്റെ എന്തെങ്കിലും അനുഗ്രഹം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സ്ഥാപനവും അതിന്റെ മക്കളുമാണ് അഹമ്മദ് സാഹിബ്. ഒടുവിൽ ഉമ്മുക്കുട്ടി ഹാജിയുടെ ഏകദേശം ഒരു 44-45 വർഷമായി പരിചയമുള്ളവരാണ് ഇവർ. വേങ്ങരയിൽ ഒരു മെജസ്റ്റിക് സ്ഥാപനം ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം ശാരീരികമായ ചില അസ്വസ്ഥത കാരണം കടയിലേക്കൊന്നും വരുന്നത്. പക്ഷേ പടച്ചവൻ അനുഗ്രഹിച്ച് നൽകിയ 2 മക്കളാണുള്ളത്, ആൺകുട്ടികൾ. മൂത്തത് മറ്റൊന്നിലെത്തി. ഇവരോട് ചേംബർ ഓഫ് കൊമേഴ്സ് എന്ത് ആവശ്യപ്പെട്ടാലും തിരൂർ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ ഇതപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ നിങ്ങൾ അഭിസംബോധന സമയം വരെ ഈ ടേബിളിന്റെ പണടക്കം മനസ്സറിഞ്ഞുകൊണ്ട് വേദനിക്കുന്നതിന്റെ മനസ്സറിയുന്ന വലിയ ഒരു മനസ്സിന്റെ ഉടമകളാണ് ഈ മെജസ്റ്റിക്കിന്റെ ഉടമകളുടെ കുടുംബം. ഏതായാലും നല്ല കച്ചവടമൊക്കെ നടങ്ങി കൂടുതൽ ജീവകാരുണ്യപ്പ് തുടങ്ങാൻ അഹമ്മദ് സാഹിബിനും കുടുംബത്തിനും കഴിയട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ആശുപത്രി. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങളും കുറെ കഥകളും ഉണ്ട്. നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ അറിയാത്ത കുറെ അനുഭവങ്ങൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാവും. നേരം വെളുത്ത് ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട ഇതിന്റെ ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ്. അദ്ദേഹം വൈസ് ചെയർമാൻ എന്ന നിലക്ക് ഞാനും സ്ഥിരമായി ഇവിടെ വരുന്ന ആളുകളാണ്. അപ്പോൾ പലതും നമുക്ക് മാനസികമായി കാണാനും കേൾക്കാനും ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് ഒരു ഹോസ്പിറ്റൽ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇന്ന് മലപ്പുറം ജില്ലയിൽ എന്നല്ല കേരളത്തിൽ തന്നെ മറ്റൊരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് കേരളത്തിലെ ഒരു ഹോസ്പിറ്റൽ സഹകരണ മേഖലയിൽ ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തിരൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ന് തന്നെ പ്രിയപ്പെട്ട റഷീദ് സാർ അഡ്മിനിസ്ട്രേറ്റർ നമ്മളെ ഇപ്പോൾ സഹകരണ വകുപ്പിന്റെ രജിസ്ട്രാറായി പ്രവർത്തിക്കുന്ന IAS സജിത് ബാബു അദ്ദേഹം ഒരു സമയത്ത് ഇവിടെ സന്ദർശിക്കുകയും ഇന്നും അദ്ദേഹത്തിന്റെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്റ്റേറ്റിൽ പോയിട്ടും അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന ആ പ്രസന്റേഷനിൽ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ എടുത്തു പറയുമെന്നുള്ളതാണ്. അത് ഇന്ന് രാവിലെ റഷീദ് സാറുമായി പങ്കുവച്ചതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ ഭീമമായ ഉണ്ട്. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സയുടെ ഒരു 60% പകുതി ആകുന്ന രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ചിലവേ വരുന്നുള്ളൂ. പക്ഷേ ജനങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഇവിടെ വരുമ്പോൾ ഇതാണ് കൂടുതൽ എന്നുള്ളത് പറഞ്ഞ് അതോടൊപ്പം തന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഡിസ്ചാർജ് സമയം വരും. ഈ സമയം വരുമ്പോഴൊക്കെ പ്രിയപ്പെട്ട സെക്രട്ടറി അയാളെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കും. അങ്ങനെയും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളെ വേദനകൾ അറിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഇതിനിടയിലാണ് നമ്മൾ ഒരു ഡയാലിസിസ് സംവിധാനം ഇവിടെ ആരംഭിക്കുക എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആ ഡയാലിസിന് വേണ്ടത് ആ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അതിന് ചിലവാകുന്ന മാത്രം പൈസയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഡയാലിസിസ് മെഷീന് ഇതുപോലെ നല്ലവരായ ചില സാമ്പത്തികമായി കഴിയുന്ന ആളുകൾ ഡൊണേറ്റ് ചെയ്തിട്ടാണ് ആ മെഷീൻ 3 മെഷീൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ 4ാമത്തെ മെഷീനാണ് വരുന്നത്. ആ 4ാമത്തെ മെഷീൻ ചേംബർ ഓഫ് കൊമേഴ്സുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട മെജസ്റ്റിക് ജ്വല്ലറിയുടെ അഹമ്മദ് സാഹിബ് യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം പറയാൻ അദ്ദേഹം ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ വലിയൊരു ഷെയർ ഹോൾഡറാണ്.
ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ് എന്നുള്ളതും കൂടെ നിങ്ങളെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങൾ കൊമ്മൂട്ടിയുമായൊക്കെ പഴയ കാലം മുതലേ ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ മകനെ കാണാൻ പറഞ്ഞു. മകൻ്റെ അടുത്ത് പോയപ്പോൾ ഒന്നും കൂടുതൽ സംസാരിക്കാതെ ഒരു വലിയ ഫണ്ട് തന്ന് ഞങ്ങളുടെ ഈ പങ്കാളിത്തം, ഞങ്ങളുടെ ഹോസ്പിറ്റൽ പങ്കാളിത്തം ഉറപ്പിച്ച ഗ്രൂപ്പ് കൂടിയാണ് മജസ്റ്റിക് ജ്വല്ലറി ഗ്രൂപ്പ്. അതിൽ വളരെ അധികം അഭിമാനമുണ്ട്. മറ്റൊന്ന്, ഈ ചേംബർ ഓഫ് കൊമേഴ്സുമായി ഉള്ള ഈ ടൈപ്പ് ഈ അടുത്ത കാലത്ത്, അതിനുശേഷം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് തീർച്ചയായും എന്നും ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിനോട് ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അന്യോന്യം പരസ്പരം ഞങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു ടീമാണ് ചേംബർ ഓഫ് കൊമേഴ്സും ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലും. അതോടൊപ്പം തന്നെ KMCC പ്രവർത്തകർ വിവിധ ഘട്ടങ്ങളിലായി റഹ്മ പദ്ധതി എന്ന് പറഞ്ഞിട്ട് KMCCയുടെ ഒരു പദ്ധതി ഉണ്ട്, അവരുമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് സഹകരിച്ച പ്രത്യേകിച്ച് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്, അതുപോലെ തന്നെ ഈ ഗോൾഡൻ മർച്ചന്റ് ഗ്രൂപ്പ് മജസ്റ്റിക് ജ്വല്ലറിനോടും പ്രത്യേകം കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഈ സേവനം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളിപ്പോൾ ഈ ഡയാലിസിസ് പ്രവർത്തനം ഇവിടെ അതിനു വേണ്ട സജ്ജമാക്കിയ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ആ നടക്കുന്ന ഡയാലിസിസ് ഓപ്പറേഷനും അതിന് ചെലവും കണക്കാക്കിയാൽ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ ഒരു മാസം 10-ൻ്റെയും 5-ൻ്റെയും ഇടയിൽ നഷ്ടത്തിലാണ്. അത് ലാഭം നോക്കിയിട്ടല്ല. പല ആളുകളും കൂടുതലും നമുക്കൊരു 10-20 മെഷീൻ വെച്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഞങ്ങൾക്ക് കുറവാണ്. ഇനി ഞങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നോൺ AC ബ്ലോക്ക് നിർമ്മാണത്തിൽ ഇരിക്കുകയാണ്. ആ ബ്ലോക്ക് വരുന്നതോടുകൂടി ഒരു ഫ്ലോർ നമുക്ക് ഡയാലിസിസ് സെൻറ്റർ സംവിധാനവുമായിട്ട് തുടർന്നു പോകാം. ഒരുപാട് പ്രയാസപ്പെടുന്നത് ഇവിടെ ഇപ്പം നിങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മളൊരു മുസ്ലിം സ്ത്രീ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. എന്നും രാവിലെയും വൈകുന്നേരം വരുമ്പോൾ എനിക്കിങ്ങനെ ഒന്ന് എഴുന്നേറ്റിട്ട് സലാം കാണിക്കും. ഭർത്താവിനെ ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ വേറൊരു മനുഷ്യനാണ് ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ നോക്കിയാൽ കാണാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഡയാലിസിസ് ചെയ്യാൻ ഇത് 2 ദിവസം കൂടുമ്പോൾ ഇത് വന്ന് ചെയ്യുന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെ ഈ 24, 25, 26 കാലയളവിൽ 100 ഡയാലിസിസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഏകദേശം പകുതിയോളം ആളുകൾ ആ ഒരു സഹായം സ്വീകരിച്ചു കഴിഞ്ഞു. അതിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. APL കാർഡ്, ഇങ്ങനെയുള്ള അവരുടെ സാമ്പത്തിക അറിയുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന വാർഡ് കൗൺസിലർമാർ, വാർഡ് മെമ്പർമാർ അറിയിക്കുന്ന ആ അറിവോട് കൂടിയിട്ട് 1, 2, 3 ഡയാലിസിസ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെ വിവിധ ആളുകൾക്കായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇനി ഇവിടെ വരാൻ പോകുന്ന കാർഡിയക് ഡിപ്പാർട്ട്മെൻറ്റ്, ഇന്ന് കേരളത്തിൽ 5 ഡോക്ടർമാരെടുത്താൽ അതിൽ പെടുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ അഷ്റഫ്. പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ SM അഷ്റഫ് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ 20ഓളം ഡോക്ടറുടെ ഹെഡായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വരുന്നുണ്ട്. ഇനി 2-3 ദിവസം ആക്കാനുള്ള ശ്രമമുണ്ട്. ഈ കാർഡിയക്ക് ഇവിടെ തുടങ്ങി നല്ല രീതിയിൽ പോകുമ്പോൾ ചെറിയ പ്രയാസം ഡോക്ടർമാരെ കിട്ടാത്തതിലുള്ള ഒരു പ്രയാസം അനുഭവപ്പെട്ടെങ്കിലും ഈ 1-ാം തീയതി മുതൽ പ്രഗത്ഭനായ ഒരു ഡോക്ടർ, ഏകദേശം 10-20ഓളം വർഷം പഴക്കമുള്ള സർവീസുള്ള ഒരു ഡോക്ടർ ചാർജ് എടുത്ത് കാർഡിയക് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ ഹൈ മൂവിങ്ങിൽ ഇവിടെ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഓപ്പൺ സർജറികളൊക്കെ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഇന്ന് വളരെ ചുരുങ്ങിയ ഹോസ്പിറ്റലുകൾ മാത്രമുള്ള ഒരു അവകാശമാണ് മോഡ്യൂളർ തിയേറ്റർ എന്ന് പറയുന്നത്. അങ്ങനത്തെ 5 തിയേറ്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രഗത്ഭരായ ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റ്, ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ്, ഒപ്തോമോളജി, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ ഡയാലിസുമായി ബന്ധപ്പെട്ട് നമ്മളറിയാം, നമ്മളെ ഡോക്ടർ അൻവർ അമീൻ്റെ മരുമകൻ വളരെ പ്രഗത്ഭനായ ഡോക്ടറാണ്. ഇപ്പോൾ നമ്മളുടെ നെഫ്രോ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. വേറെ ഡോക്ടർമാരും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സേവനം ഇവിടെ ഉണ്ട്. എല്ലാവരും സഹകരിക്കണം. എല്ലാ ഈ സഹകരണത്തിനും പ്രത്യേകിച്ച് മജസ്റ്റിക് ജ്വല്ലറി ഉടമ അഹമ്മദ് സാഹിബ്, അതുകൂടെ ബാബു സാഹിബ് പറഞ്ഞ മാതിരി ഞങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ തുടങ്ങണ മുമ്പും ഞങ്ങൾ ചെന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന ഒരാളാണ്. അത് മുഖം നോക്കാതെ ആ സംഗതി ചെയ്തു തരുന്ന ഒരാളാണ്. ഏതായാലും അവരുടെ ബിസിനസ്സിലും അവരുടെ പ്രയാസത്തിലും അവരുടെ പിതാവിൻ്റെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു
ശിഫയാക്കി കൊടുക്കട്ടെ. അവരുടെ ബിസിനസ്സിന് വളരെ അധികം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു എന്നെ കേട്ട നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും.